നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷണത്തിന് വിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണം CBIക്ക് വിടാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിജിൻ, അതായത് രാവിലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കാണുന്നു, ആകുലതകളും കാര്യങ്ങളും ഒക്കെ പറയുന്നു, അവർക്കുള്ള സങ്കടങ്ങൾ പറയുന്നു. എത്ര വേഗത്തിലാണ് അവരുടെ ആവശ്യത്തോട് സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത്? അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഇനി CBI അന്വേഷണമാണ് വേണ്ടതെങ്കിൽ അതിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ഇതാ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും മനു, അത് തന്നെയാണ്. അച്ഛന് നൽകിയ ഉറപ്പ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി, വളരെ സംതൃപ്തനായി തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് രാവിലെ ഉണ്ടായിരുന്നത്. അദ്ദേഹം നൽകിയ നിവേദനം പൂർണ്ണമായും ഇരുന്ന് മുഖ്യമന്ത്രി തന്നെ വായിച്ചു. ആ വായിച്ച ശേഷം ഇതിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കാം എന്ന ഉറപ്പാണ് നൽകിയത്. CBI അന്വേഷണം വേണമെന്ന ആവശ്യം മാത്രമായിരുന്നു അച്ഛൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മറ്റ് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന രീതിയിലുള്ള അഭിപ്രായമായിരുന്നു അച്ഛൻ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൽ ഉറപ്പ് ലഭിക്കുന്നു. അതിന് മിനിറ്റുകൾ പിന്നിടുന്ന സമയത്തേക്ക് ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുറെ നാളുകളായി ഒരു രാഷ്ട്രീയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.